ദുബായ് ക്രീക്ക് കുറിപ്പ് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുറിപ്പ്. അൽ ഫത്തഹ അൽ ഖൈർ റിയാൽ സൽഫി അൽ അലവലാദിൽ സഹ വാലിദിൽ വാലുദിന നിസാത്തുൽ ജുഹറ. ഈ അറബിക്ക് എന്ത് പിരാന്ത്. കഴിഞ്ഞ മാസമല്ല ഞാൻ ഇവിടുന്ന് 100 വരെ അയച്ചു കൊടുത്തു. ഈ മനുഷ്യരെയൊക്കെ ഇയാളെ ഞാൻ കുർബ വെച്ച് തരുന്നു. അൽ ഫത്തഹ ആളേക്ക് അയക്കാം, പക്ഷെ 10,000 തരക്കാൻ ശമ്പളം കൊടുക്കണം. ആട്ടെ അറബിക്ക് 10,000 രൂപയല്ലേ തന്നുള്ളൂ. 5,000 രൂപയുടെ വേഗം കൊണ്ടു. അടുത്ത പ്ലെയിനിൽ തന്നെ അയക്കും. സർ, ബാക്കി 10,000 രൂപ. 2 rupees. നീയാടാ മിടുക്കൻ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? മസ്കറ്റ്. മസ്കറ്റ്. നിനക്ക് എന്ത് ജോലി അറിയാം? മസ്കട്ടും ഹെയർ കട്ടും കൊള്ളാം. നിന്നെ അങ്ങോട്ട് തന്നെ അയച്ചേക്കാം. നാളെ തന്നെ പോയി പ്ലെയിനിൽ കയറി. സർ, എങ്ങനെയാ കയറേണ്ടത്? ഏണി വെച്ച്. പിന്നെ അല്ലാതെ എവിടെന്നാ കയറേണ്ടത്? ബസ് സ്റ്റാൻഡിൽ. അല്ല, പ്ലെയിൻ എടുക്കാന്ന് പോയി കയറി പോവാ. വേഗം ചെന്നില്ലേ പ്ലെയിൻ വിട്ടുപോ. ഞാൻ പറഞ്ഞു കച്ചല്ലേ. കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പഴയതാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെന്നെ പിടിച്ച് പുറത്താക്കി. താൻ ഏത് വിമാനത്തിനാ കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാണ് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞത്? എന്നോട് ദുബായിക്ക് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട. താൻ കറക്ക് കമ്പനിയാ. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട. എന്നോട് വാങ്ങിച്ച കാശിന് തിരിച്ചു തന്നാ മതി. കാശോ? തനിക്ക് മലയാളം വായിക്കാൻ അറിയാം? അതങ്ങോട്ട് നോക്കി. ആരാ എങ്ങോട്ടാ? ഇങ്ങനെ മനസ്സിലായില്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഓർമ്മയുണ്ടോ? പൈസയോ? ഞാനോ? എന്റെ പൊന്ന് സാറേ, അച്ഛനാണ്, അയ്യപ്പസ്വാമിയാണ്. ഇതിന്റെ പേര് പറഞ്ഞ് ഞാനൊരു 10 നയാ പൈസ ആരോടും മേടിച്ചിട്ടില്ല. ഇത് സേവനം. മനസ്സിലായി? തന്നെ അവസ്ഥ എത്തിക്കുന്നു. എന്നെയോ? എന്തിന്? അതെ, പോലീസിനെ ചെന്നിട്ട് പറയാം. വേഷമൊക്കെ കൊള്ളാം. യഥാർത്ഥ പോലീസാണ് ഞാൻ എങ്ങനെ അറിയുന്നത്? വല്ല നാടക കമ്പനിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാണെങ്കിലോ? യഥാർത്ഥ പോലീസ് എന്റെ ഓഫീസിലെ ഏവാനന്മാർ ആദ്യമായിട്ട് വരികയല്ലേ. ഇങ്ങോട്ട് എന്താണ്, ഞാൻ കുടിക്കാനുണ്ടെങ്കിലും മേടിച്ചോണ്ട് വരാം. കയറോളെ.
ഇവിടെ ആരും ഇല്ലേ? എന്റെ കാറിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ പോലും എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം. അല്ല സാറെന്താ ഇവിടെ? കാറിന്റെ റേറ്റിൽ വെള്ളം തീർന്നു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ, ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. മോൾ സ്കൂളിലാക്കണം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വാ മോളെ. ബിന്ദുമോൾ എത്രയല്ല പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ ദേ വരുന്നു ഡാഡി. ഞാൻ പോട്ടെ ആന്റി. മോളെടുത്തോ. വരട്ടെ ആന്റി. വരട്ടെ ശിവരാമ. വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ? ഒത്തിരി ദൂരം പോകേണ്ടതല്ലേ? തീർന്നു. എന്ന് ഞാൻ വരട്ടെ. മോളെ ആനിക്ക് ടാറ്റ കൊടുക്ക്. മോളെ ഇനിയും വരണം കേട്ടോ. ടാറ്റ ആന്റി. നല്ല മനുഷ്യനാ, പണക്കാരനാണെന്ന ഭാവമേ ഇല്ല. പാവം, ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി. ഡാഡി, ഡാഡി, നമ്മൾ ഇന്നാള് പോയില്ലേ, ആ ആന്റിയുടെ അടുത്ത് പോകാം. മോൾ അവരെ മറന്നില്ലേ? അവൾ ഒരുപാട് ദൂരെയല്ലേ മോളെ? എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ. ആ ആന്റി ഇവിടെ വന്നാ എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ചോറ് തരൂ. ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങും. മോളെ മോളെ മോളെ. ഡാഡി, ഡാഡി, ആന്റി ഇവിടെ. ആന്റി. ആന്റിയോ? ആ ആന്റി ഇവിടെ വന്ന് എന്നെ എടുത്ത് ഉമ്മ വെച്ചു. മോള് സ്വപ്നം കണ്ടതാണ്. കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ. എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരായക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്ക് അമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സാർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും? സാർ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിലയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാന്. കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ,
വലിയൊരിടത്തു നിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനെ ഒരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ള അടുത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്. എന്താ, ശിവരാമന് ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം സാർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി. സാർ, ഞാൻ എന്റെ പെങ്ങളെ സാറിന് വിവാഹം കഴിച്ചു തരാം. എനിക്ക് സമ്മതമാണ് സാർ. എനിക്ക് സമ്മതമല്ല. സാവിത്രി, നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടെ ഒരാളെന്നെ ചതിച്ചില്ലേ? ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരോട് ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഇതൊക്കെ പറയുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അതാരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വനാഥ് സാറിനെ കണ്ടുമുട്ടില്ല. നീ ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ തെറ്റുപറ്റി എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. പോയി പോ. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാ. നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിനാ? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചു, അറിയാവോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഓടി പോ. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചു പോ. ചേട്ടാ, ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെക്കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കാം. ഞാനിതനുസരിക്കാം.